സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ ലോകങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. നിച്ച് ഓഫ് ട്രൂത്ത് തിരുവനന്തപുരം ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന മർമ്മപ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചക്ക്, സംവാദത്തിന് നാം ഓരോരുത്തരും സാക്ഷികളാവുകയാണ്. ഏറെ പ്രസക്തമായ ഈ വിഷയത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണണമേ എന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള പരകോടി ജന്തു ജീവ വർഗങ്ങളിൽ നിന്ന് തീർത്തും വ്യതിരിക്തമായ സവിശേഷ സൃഷ്ടിയായി നിലകൊള്ളുകയാണ് മനുഷ്യൻ. അവന് നൽകപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ നേടിയെടുക്കുന്ന അറിവുകളുടെ വെളിച്ചത്തിൽ നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളുടെ ഭാഗമെന്നോണം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർച്ചയുടെ ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ ഇന്നിന്റെ തലമുറക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തുമാത്രം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ വളരുന്നുവോ ഉയരുന്നുവോ അത്ര കണ്ട് ഈ സൃഷ്ടി പ്രപഞ്ചത്തെ അത്ഭുതകരമായി സൃഷ്ടി സംവിധാനിച്ച ഒരുക്കിയ ലോകങ്ങളുടെ നാഥന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുന്നതിന് പകരം, അവന്റെ ആരാധ്യത അംഗീകരിക്കുന്നതിന് പകരം പലപ്പോഴും ഞാനെന്ന ഭാവവും സ്വയം പര്യാപ്തനെന്ന ചിന്തയും മനുഷ്യൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുകയും ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയും അവന്റെ ആരാധ്യതയെ വെല്ലുവിളിക്കുകയും എന്തിനേറെ അവനെ തന്നെ കൊല്ലുമെന്നുള്ള കൊല പ്രഖ്യാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തുമാത്രം മനുഷ്യൻ വളരുന്നുവോ ഉയരുന്നുവോ അത്ര കണ്ടു കൂടുതൽ സ്വാർത്ഥനായി കൊണ്ടിരിക്കുകയാണ് ഇന്നിന്റെ മനുഷ്യൻ. തന്റേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നൊരു സാഹചര്യം. തന്നെ 10 മാസം നൊന്തുപറ്റ തന്റെ മാതാവിന്റെ നെഞ്ചകം പിളർക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന കടുത്ത മനസ്സിന്റെ ഉടമകൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് മഹാപാപവും ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഭൗതികതയുടെ ഈ പളപളപ്പിൽ ശക്തമായ മത്സര ബുദ്ധിയോടെ കുതിക്കുന്ന മനുഷ്യൻ പലപ്പോഴും ഒന്നിനും സമയമില്ലെന്ന്. എല്ലാവർക്കും ബിസി, എല്ലാവർക്കും തിരക്ക്. എത്രത്തോളം എന്നാൽ താൻ 10 മാസം നൊന്തു പ്രസവിച്ച തന്റെ പിഞ്ചോമന കമ്മിഞ്ഞ് നൽകാൻ വരെ മാതാക്കൾക്ക് സമയമില്ലാത്ത കാലം. ഈ ജീവിതത്തിനിടക്ക് ജീവിതം എങ്ങനെയുമാകാം. പരമാവധി തിന്നലും കുടിക്കലും രസിക്കലും രമിക്കലും മാത്രമാണ് ജീവിതം എന്ന വീക്ഷണങ്ങളും, ജീവിതത്തിൽ മനുഷ്യന്റെ മുന്നിൽ അനുവദനീയമെന്നോ അനനുവദനീയമെന്നോ വിഹിതമെന്നോ അവിഹിതമെന്നോ എന്നില്ല, എല്ലാം അനുവദനീയം, എന്തുമാകാം എങ്ങനെയുമാകാം എന്ന കാഴ്ചപ്പാട് ഇന്നിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാർമ്മിക സദാചാര രംഗത്തെ തകർച്ചകൾ നമ്മൾ നേർക്കുനേരെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. സദാചാര മൂല്യങ്ങളെല്ലാം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. കേവലമായ സമൂഹത്തിന്റെ മുന്നിൽ പ്രത്യേകമായ പദവിക്കും പ്രശസ്തിക്കും വേണ്ടി മാനവും മാംസവും വിറ്റ് ജീവിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയതയെ കച്ചവടച്ചരക്കാക്കുന്ന, അതുമല്ലെങ്കിൽ ഭൗതികമായ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഫാസിസത്തിന്റെ ടെററിസത്തിന്റെ വിഷ ചിന്തകൾ മനുഷ്യ മനസ്സുകളിലും മസ്തിഷ്കത്തിലും കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന പല അർത്ഥത്തിലുള്ള വൈകൃതങ്ങൾക്കും വൈകല്യങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പേരിൽ പരസ്പരം വാളെടുക്കാനും പരസ്പരം ആയുധമേന്താനും ആ രംഗത്ത് പരസ്പരം നെഞ്ചകം പിളർക്കുവാനുള്ള പ്രചോദനവും ആവേശങ്ങളും കലാപങ്ങളും രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്കെല്ലാം ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജാതീയതയുടെ പേരിൽ എന്തെല്ലാം അതിക്രമങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം, ഉത്തരേന്ത്യയിൽ അവർണ്ണനെ മനുഷ്യന്റെ മല നിർബന്ധിച്ച് തീറ്റിപ്പിക്കുന്ന സവർണ മേധാവിത്വം, ചത്ത പശുവിന്റെ തോലിരിച്ച കാരണത്താൽ 2-3 ദളിത് യുവാക്കളെ ജീവനോടെ പച്ചക്ക് തീ കൊളുത്തി കൊല്ലുന്നതിന് ലോകം സാക്ഷ്യം വഹിക്കുന്നു. വർണ്ണവറിയുടെ പേരിൽ തൊലി കറുത്തുപോയി എന്നൊരൊറ്റ കാരണത്താൽ വെള്ളക്കാരുടെ ക്രൂരമായ മർദ്ദനങ്ങളിൽ
പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്ന കറുത്ത മുത്തുകൾ. വംശീയത തലക്ക് പിടിച്ച് ഇസ്രായേൽ വംശീയത തലക്ക് പിടിച്ച് ഇസ്രായേലിലെ ഫലസ്തീനിലെ പിഞ്ചോമന മക്കളുടെ നെഞ്ചത്ത് സംഹാരതാണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന കാലം. ഭാഷയുടെ പേരിൽ ഹിന്ദി ഭാഷയോടുള്ള അറപ്പും വെറുപ്പും ഈ അടുത്ത കാലത്ത് വരെ തമിഴ് ജനത പ്രകടിപ്പിച്ച സാഹചര്യം. വർഷങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭ വിളിച്ചുകൂട്ടിയ ലോകത്തെ രാഷ്ട്ര നേതാക്കന്മാരുടെയും ലോക ബിസിനസ് നായകന്മാരുടെയും സംയുക്ത സംഗമത്തിൽ ഫ്രഞ്ചുകാരനായ ഒരു ബിസിനസ് പ്രതിനിധി തന്റെ മുന്നിൽ കൂടിയ ആളുകളെ ഇംഗ്ലീഷ് ഭാഷയിൽ അഭിസംബോധന ചെയ്തു എന്നൊരൊറ്റ കാരണത്താൽ അദ്ദേഹത്തോട് കയർക്കുകയും കോപം കൊണ്ട് ജ്വലിച്ച് യോഗം ബഹിഷ്കരിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റിനെയും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു, വായിച്ചു. ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പേരിലുള്ള ഈ കടിപിടിയും ഇത്തരത്തിലുള്ള വർഗീയ കലാപ ചിന്തകളും ഇന്നിന്റെ സ്വസ്ഥതയെയും സമാധാനത്തെയും പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഐക്യമുണ്ടാകണം, സ്വസ്ഥതയുണ്ടാകണം, സമാധാനമുണ്ടാകണം. എന്തുണ്ട് പരിഹാരമാർഗം? ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പരിധികൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകൾ പരിവർത്തിപ്പിക്കപ്പെടണം, മനുഷ്യ മസ്തിഷ്കങ്ങൾ പരിവർത്തിപ്പിക്കപ്പെടണം, മനുഷ്യർക്കിടയിൽ ഇണക്കവും സ്നേഹ സാഹോദര്യങ്ങളും ഊട്ടിയുറപ്പിക്കപ്പെടണം. എന്തു വേണം? എന്തുണ്ട് പരിഹാരം? ഇത്തരമൊരു സാഹചര്യത്തിൽ വേദഗ്രന്ഥങ്ങൾക്ക് മാനവരാശിക്ക് മുന്നിൽ എന്ത് സന്ദേശമാണ് അടിസ്ഥാനമായി നൽകാനുള്ളത്? ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു വേദഗ്രന്ഥങ്ങൾ. ആ വേദഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണ് എന്നുള്ള പച്ചയായ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വകബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി തഖാകും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. അല്ലയോ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ. പ്രത്യേകമായ ഗോത്രത്തെയോ വർഗത്തെയോ വിഭാഗത്തെയോ അഭിസംബോധന ചെയ്യാതെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുവാനും വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം അറിയാൻ മനസ്സിലാക്കുക. ഏകനായ സട്ടാവിങ്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത് ആർക്കാണ്? തൊലി വെളുത്തവനോ ഉന്നത കുല ജാതിയിൽ പിറന്നവനോ ഉന്നത തറവാടിക്കോ ആരോഗ്യ ദൃഢഗാത്തനോ സമ്പന്നനോ അല്ല, മറിച്ച് നിങ്ങളിൽ ആരോ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുന്നത്, സൂക്ഷ്മതാബോധം നിലനിർത്തുന്നത്, അവന് മാത്രം സട്ടാവിങ്കൽ സ്ഥാനം മാനം മഹിതമായ പദവി എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. മാനവരാശിക്ക് മുന്നിൽ മാനവ സാഹോദര്യത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും ആദർശങ്ങളും സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ഈ മഹിതമായ ആശയത്തെ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് കുങ്കുമം ചാർത്തിയ ഒരു ഹൈന്ദവ സഹോദരന്റെ ശിരസ് ഛേദിക്കാനാവുക? കുരിശുമാല അണിഞ്ഞ ക്രൈസ്തവന്റെ നെഞ്ചകം പിളർക്കാനാവുക? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനത്തിൽ അയൽക്കാരൻ ആരുമാകട്ടെ, വിജാതീയനാകട്ടെ, ശമര്യക്കാരനാകട്ടെ, ആരുമാകട്ടെ സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് പഠിപ്പിച്ച ജീസസ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ മഹിതമായ ആശയത്തെ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ക്രൈസ്തവ സഹോദരന് എങ്ങനെ താടി വെച്ച മുസൽമാന്റെ കഴുത്തറുക്കാനാവും? എങ്ങനെ കുങ്കുമം ചാർത്തിയ ഒരു ഹൈന്ദവ സഹോദരന്റെ ശിരസ് പിളർക്കാനാവും? ഒരിക്കലും സാധ്യമല്ല. ബന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയമെന്ന് പൗരാണികരായ ഋഷിവര്യന്മാർ ഭാരതത്തെ പഠിപ്പിച്ച സകല മനുഷ്യരും ബന്ധുക്കളാണ്, അവർ ഏകോദര സഹോദരങ്ങളാണ്, അവരുടെ സ്വദേശമാണ് ഭൂമി എന്ന ആശയത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് എങ്ങനെ താടി വെച്ച മുസൽമാന്റെ കഴുത്തറുക്കാനും കുരിശുമാലയണിഞ്ഞ ക്രൈസ്തവന്റെ നെഞ്ചകം പിളർക്കാനുമാവും? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് പരസ്പരം അറിയാൻ, മനസ്സിലാക്കാൻ മനസ്സ് തുറക്കണമെന്നുണർത്തുകയാണ്. പലപ്പോഴും ഈ രംഗത്തുള്ള അജ്ഞതയാണ് നമുക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്നത്. അറിയണം, അറിയാനായി കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും സജീവമാക്കണം. പരസ്പരം അറിയാനും തിരിച്ചറിയാനും ആരർത്ഥത്തിൽ കൃത്യമായ സൃഷ്ടിപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ നാം പാകപ്പെടേണ്ടതുണ്ട്. ആരർത്ഥത്തിൽ സൃഷ്ടിപരമായി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ഇവിടെ നമ്മയെല്ലാം സൃഷ്ടിച്ച സട്ടാവിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മത ദാർശനിക പ്രമാണങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന്.
സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന പച്ചയായ സത്യത്തിലേക്ക് നമുക്ക് വെളിച്ചവും വഴിയും കാണിച്ചു തരുന്നു. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ കുറിച്ച് പഠിക്കുന്ന, ചിന്തിക്കുന്ന, പ്രഭചരിയുന്ന ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്ര സമൂഹങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും മനസ്സ് തുറക്കുന്ന, നമ്മയും കൊണ്ട് തന്റേതായ ഭ്രമണപഥ തലങ്ങളിൽ മുന്നോട്ട് കുതിക്കുന്ന ഭൂമിയുടെ സംവിധാനത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരു ബുദ്ധിജീവിക്ക് എങ്ങനെ സൃഷ്ടാവിന്റെ സൃഷ്ടി മഹാത്മ്യത്തെ വെല്ലുവിളിക്കാനാവും? എങ്ങനെ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചു തള്ളാനാകും? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ലോകത്തൊരു സൃഷ്ടി നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയും സൃഷ്ടാവ് എന്നൊരു ശക്തി തന്നെ ഇല്ല എന്ന് മുറവിളി കൂട്ടുകയും ചെയ്ത, അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അവനെ ഞങ്ങൾ ഇതാ കൊന്നിരിക്കുന്നു എന്ന് വരെ കൊലവിളി നടത്തിയ ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. അവരുടെ പിൻഗാമികളും അത്തരം ആശയങ്ങളും ആദർശങ്ങളും നെഞ്ചിലേറ്റുന്ന ആളുകൾ ഇന്നും നമുക്കിടയിലുണ്ട്. ഇവിടെ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന പരമയാഥാർത്ഥ്യത്തിലേക്ക് മരുഭൂമിയിലെ കപ്പലായ ഒട്ടകം വരെ സൂചന നൽകുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ അവസാന സമയം വരെ പരിണാമവാദ ചിന്തകൾ ലോകത്തിന്റെ മനസ്സിൽ കുത്തിനിറച്ച പരിണാമവാദത്തിന്റെ താത്വികാചാര്യന് എന്തുകൊണ്ട് ഒട്ടകത്തിന്റെ പരിണാമദശയെ കുറിച്ച് കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയാതെ പോയി? ഇന്നും പരിണാമവാദ ആശയങ്ങൾ നെഞ്ചിലേറ്റുന്ന പരിണാമ രംഗത്തെ ബുദ്ധിജീവികൾക്ക് എന്തേ ഒട്ടകത്തിന്റെ പരിണാമദശയെ കുറിച്ചുള്ള കൃത്യമായൊരു വിശദീകരണവും നിർവചനവും നൽകാൻ കഴിയാതെ പോകുന്നു എന്ന് നാം അടിവരയിടേണ്ടതുണ്ട്. അഥവാ ജ്വലിക്കുന്ന സൂര്യനും പ്രഭചരിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും മരുഭൂമിയിലെ കപ്പലായ ഒട്ടകവും മനുഷ്യന്റെ കണ്ണുകളും പെരുവിരലുകളും സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന്. ആ സൃഷ്ടാവിനെ അറിയാൻ, മനസ്സിലാക്കാൻ മനുഷ്യ ദിഷണകളോട് സംവദിക്കുന്നു വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആല ഇംറാന്റെ 190-191 വചനങ്ങളിലൂടെ. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാവും പകലും മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഈ സൃഷ്ടിപ്രപഞ്ചത്തെ കുറിച്ചുള്ള നിരന്തരമായ പഠന മനന ഗവേഷണം നടത്തുന്ന ഒരു ബുദ്ധിജീവിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതികരണം റബ്ബന മാ ഖലഖത ഹാദാ ബാതില, ലോകങ്ങളുടെ നാഥ, ഞങ്ങളുടെ നാഥ, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ. ഫഖിന അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന സമർപ്പണത്തിന്റെ വിനയത്തിന്റെ പ്രതികരണമാകണം, ആയിരിക്കണം വിവേകമതിയുടേത് എന്ന് ഖുർആൻ ഉണർത്തുന്നു. യഥാർത്ഥത്തിൽ ഈ സൃഷ്ടി പ്രപഞ്ചത്തിന് നാഥനുണ്ട് എന്ന ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഉപനിഷത്തുകൾ. പ്രത്യേകിച്ച് മുണ്ടകോപനിഷത്തിന്റെ 2-ാം മുണ്ടകത്തിലെ 2-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനം. നതത്ര സൂര്യോപാദിന ചന്ദ്ര താരകം നേമാ വിദ്യുതോപാന്തി കുതോയമഗ്നി തമേവ ബാന്ധം അനുപാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. നതത്ര സൂര്യോപാദിന ചന്ദ്ര താരകം, സൂര്യൻ പ്രകാശിക്കുന്നില്ല, ന ചന്ദ്രനും പ്രകാശിക്കുന്നില്ല, ന താരകം താരസമൂഹങ്ങൾ ജ്വലിക്കുന്നില്ല, അഗ്നി ജ്വലിക്കുന്നില്ല, മിന്നലുകൾ പ്രകാശിക്കുന്നില്ല. സർവസ്വവും ജ്വലിക്കുന്നത് സൃഷ്ടാവ് നൽകിയ കഴിവിന്റെ, സൃഷ്ടാവ് നൽകിയ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പഠിപ്പിക്കുന്ന മുണ്ടകോപനിഷത്തിന്റെ വരികൾ. ചുരുക്കത്തിൽ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു മുണ്ടകോപനിഷത്തിന്റെ വരികൾ. അതേസമയം ബൈബിൾ പഴയ നിയമ പുസ്തകം യെരമ്യാവിന്റെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ച, തന്റെ ജ്ഞാനത്താൽ ലോകത്തെ പ്രതിഷ്ഠിച്ച, തന്റെ വിവേക ശക്തിയാൽ ആകാശത്തെ നിവർത്തിയ സൃഷ്ടാവിനെ, യഹോവയെ പരിചയപ്പെടുത്തുന്ന ബൈബിൾ പഴയ പുസ്തകത്താളുകൾ. ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലായും ദൈവമില്ല എന്ന് പ്രഖ്യാപനം നടത്തുന്നവനെയും സൃഷ്ടിച്ച, ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങൾ അത്ഭുതകരമായി സംവിധാനിക്കുന്ന ലോകത്തിന്റെ അധിപതി, അവനെ അറിയണം, അവനെ മനസ്സിലാക്കണം. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് മതവിശ്വാസികൾക്കെല്ലാം നൽകാനുള്ള മറുപടി അതെ, ഉണ്ട് എന്ന്. എത്ര എന്ന ചോദ്യത്തിന് വ്യത്യസ്ത മറുപടികളാണ് പലപ്പോഴും മതവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന്. 1, 2, 3, 30, 30 എന്ന വ്യത്യസ്തങ്ങളായ മറുപടികൾ, വീക്ഷണങ്ങൾ. എന്നാൽ അടിസ്ഥാനപരമായി വേദഗ്രന്ഥങ്ങൾ, മതദാർശനിക പ്രമാണങ്ങൾ സൃഷ്ടാവ് എത്ര എന്ന ചോദ്യത്തിന് അവ നൽകുന്ന മറുപടി എന്ത് എന്ന് അന്വേഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്.
ആ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമെന്നോണം ഇപ്പറയുന്ന മതദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ ശുദ്ധ ഏകദൈവാരാധനയെ നേർക്കുനേരെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് നിഷ്കളങ്കത എന്ന അധ്യായത്തിൽ 1 മുതൽ 4 കൂടിയ വചനങ്ങളിൽ ഖുർആൻ സട്ടാവിന്റെ ഏകത്വത്തെ പരിചയപ്പെടുത്തുന്നു. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകൻ. അല്ലാഹ് എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ മുസ്ലിങ്ങളുടെ പ്രത്യേക കുലദൈവത്തിന്റെ പേര് അല്ലെങ്കിൽ അറബികളുടെ പ്രത്യേക ഗോത്ര ദൈവത്തിന്റെ പേര് അല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിനെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്താവുന്ന ഏറ്റവും ശ്രദ്ധമായ ഉന്നതമായ നാമമാണ് അല്ലാഹ്. ഈ ലോകത്തിന്റെ നാഥൻ ഏകൻ. അല്ലാഹു സമദ്, അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവൻ. ലം യലിദ് വലം യൂലദ്, അവന് സന്തതിയില്ല, അവൻ ആരുടെയും സന്തതിയല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. അൽ-ഇഖ്ലാസ് നിഷ്കളങ്കത എന്ന അധ്യായത്തിലാണ് ഖുർആൻ സട്ടാവിന്റെ ഏകത്വത്തെ വളരെ കൃത്യമായി പരിചയപ്പെടുത്തുന്നത്. ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിൽ നാഥൻ ഏകനാണെന്നുള്ള സൂചനകൾ നൽകുകയാണ് മഹാനിർവാണ സ്തോത്രത്തിന്റെ വരികൾ. തദേകം സ്മരാമസ്തദേകം ജപാമ, തദേകം ജഗത് സാക്ഷി രൂപം നമോ നമ, തദേകം ദൈവം തമ്പുരാൻ ഏകന. സ്മരാമസ്തദേകം, ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ, ജപാമ, അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ. തദേകം ജഗത് സാക്ഷി രൂപം നമോ നമ, ജഗത് സാക്ഷി സ്വരൂപമായി ഉടയത്തമ്പുരാൻ ഏകനാണ്, നമോ നമ, അവനെ മാത്രം ഞങ്ങൾ നമിക്കട്ടെ, ആരാധിക്കട്ടെ എന്ന വചനങ്ങൾ ഏകദൈവ ആരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വളരെ കൃത്യമായി യഹോവ പഠിപ്പിച്ച അടിസ്ഥാന 10 കൽപ്പനകൾ ഇസ്രായേൽ തറവാട്ടിലേക്ക് പഠിപ്പിക്കാൻ കടന്നു ചെന്ന മോസസ് പ്രവാചകൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞതായി ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന പരമപ്രധാനമായ കൽപ്പനയിലെ 1-ാമത്തെ കൽപ്പന, ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഇതേ ആശയവും ഇതേ ആദർശവുമാണ് ജീസസ് യേശുക്രിസ്തു ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് പഠിപ്പിക്കുന്നത്. മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാം വചനം, ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ചുരുക്കത്തിൽ ഒരൊറ്റ നാഥൻ. സൗത്ത് ആഫ്രിക്കൻ ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോഴും ഓസ്ട്രേലിയൻ ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോഴും പൗരാണിക സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ താളുകളെല്ലാം മറിക്കുമ്പോൾ ശുദ്ധ ഏകദൈവാരാധന ചിന്തകളും ആശയങ്ങളും അവരെ എല്ലാവരെയും സ്വാധീനിച്ചിരുന്നു എന്ന പച്ചയായ സത്യത്തിലേക്ക് നമ്മൾ വന്നെത്തുകയാണ്. ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉടയ തമ്പുരാൻ ഏകനാണ്. അവനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക സാധ്യമല്ല. വളരെ കൃത്യമായി ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം മത ദാർശനിക പ്രമാണങ്ങൾ ഉണർത്തുന്നു. അത് വളരെ കൃത്യമായി കേനോപനിഷത്തിന്റെ പ്രഥമ ഖണ്ഡത്തിലെ 6-ാമത്തെ വചനം, യച്ചക്ഷുഷാന പശ്വതീയന ചക്ഷുംഷി പശ്വതി തദേവ ബ്രഹ്മത്വം വിദ്ധീനേതം യതിതമോപാസതേ. നിന്റെ കണ്ണുകൊണ്ട് യാതൊരു ശക്തിയെ നീ കാണുന്നു, നിനക്ക് കാണാൻ കഴിയില്ലയോ? അതേസമയം നിന്റെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി ലഭിക്കാൻ കാരണം യാതൊന്നാണോ അതാണ് പരബ്രഹ്മം, അതിനെയാണ് നീ ഉപാസിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന കേനോപനിഷത്ത്. സട്ടാവിനെ കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല എന്ന് പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ ബൈബിൾ പഴയ നിയമ പുസ്തകത്തിൽ മോസസ് പ്രവാചകൻ ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ എന്റെ മുഖം നിനക്ക് കാണാൻ സാധിക്കുകയില്ല, എന്നെ കാണുന്നവൻ ജീവനോടെ ഇരിക്കയില്ല എന്ന് പഠിപ്പിക്കുന്ന യഹോവയുടെ ഉപദേശങ്ങളെ ബൈബിൾ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിൽ യേശുവിന്റെ ഉപദേശമായി നമ്മൾ വായിക്കുന്നു. ഖുർആൻ 6-ാം അധ്യായം അൻആമിന്റെ 71-ാമത്തെ വചനത്തിലൂടെ ലാ തുദ്രികുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ, കണ്ണുകൾ അവനെ കണ്ടെത്തില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തുന്നു, അവൻ സൂക്ഷ്മജ്ഞനാണ്, കൃത്യമായി സസൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ് സട്ടാവ് എന്ന് പരിചയപ്പെടുത്തുന്നു ഖുർആൻ. ചുരുക്കത്തിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഉടയ തമ്പുരാനെ നമുക്ക് ഈ ലോകത്ത് വെച്ച് കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല. കണ്ണുകൊണ്ട് ഏതൊന്നിനെ നമ്മൾ കാണുന്നോ അതൊന്നും ദൈവമല്ല, ഈശ്വരനല്ല, സൃഷ്ടാവല്ല എന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ, വേദഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ നമ്മയെല്ലാം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ അധിപതിയായ ഏകനായ ഉടയ തമ്പുരാനെ സൃഷ്ടാവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മുന്നിൽ ഈ ഐക്യത്തിന്റെ ഇണക്കത്തിന്റെ സന്ദേശത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-ാമത്തെ വചനം, അല്ലയോ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കുവിൻ. ആരെ? അറബികളുടെ പ്രത്യേക ഗോത്രത്തിന്റെ ദൈവത്തെയല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രത്യേക കുലദൈവത്തെയല്ല, മറിച്ച് ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ സട്ടാവിന്റെ ആരാധ്യത
ബാധ്യത നിങ്ങൾ അംഗീകരിക്കുവിൻ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ. ലഅല്ലക്കും തത്തഖൂൻ, അതാണ് ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി സൂക്ഷ്മതാബോധത്തോടെ ജീവിക്കുവാനുള്ള ഏക പരിഹാര മാർഗം, മോക്ഷത്തിലേക്കുള്ള വഴിമാർഗം. അതുകൊണ്ട് ഓരോരുത്തരും വ്യത്യസ്ത ദൈവത്തിന്റെ പിന്നാലെ പോകുന്നതാണോ ഇണക്കത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശം? അതല്ല, ദൈവമൊന്ന് മാനവരുന്നു എന്ന അടിസ്ഥാന ആശയമാണോ? ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്ന മഹിതമായ ആശയമാണോ യഥാർത്ഥത്തിൽ ഇണക്കത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശം? വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലെ ഇംറാന്റെ 64-ാമത്തെ വചനത്തിൽ ഉണർത്തി, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദു ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖുൽ ഇശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, വരിക നിങ്ങൾ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക്. എന്താണ് ഐക്യത്തിന്റെ സന്ദേശം? ഏകനായ സട്ടാവിനെ അല്ലാതെ മറ്റാരെയും നാം ആരാധിക്കരുത്. അവന്റെ അദ്വിതീയതയിലോ അവന്റെ ഏകത്വത്തിലോ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലോ ആരെയും നാം പങ്കുകാരെ ചേർക്കരുത്. സട്ടാവിനേക്കാൾ പൗരോഹിത്യത്തിന് ഒരു സ്ഥാനവും മാനവും നൽകരുത്. ഇതാണ് ഐക്യത്തിന്റെ ഇണക്കത്തിന്റെ സന്ദേശം. ഇതാണ് പച്ചയായ ഇണക്കത്തിന്റെ സന്ദേശം എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് സൂചന നൽകുന്ന ബൃഹദാരണ്യകോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം ബ്രാഹ്മണത്തിന്റെ 27-ാമത്തെ മന്ത്രം, ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ശക്തിയെ, അസതോമ സദ്ഗമയ, നീ ഞങ്ങൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കണമേ. മൃത്യോമ അമൃതംഗമയ, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണമേ എന്ന സട്ടാവിനോടുള്ള പ്രാർത്ഥന. എന്തിനേറെ, പിലോത്തോസിന്റെ പടയാളികൾ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് വിവരമറിയുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ ഒരു കല്ലേറ് മുന്നോട്ട് പോയി മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞ് പ്രവാചകനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ജീസസ് ക്രൈസ്റ്റ്, ലോകങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശു. ആരോട്? ഏകനായ സട്ടാവിനോട് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 42 മുതൽ 44 വരെയുള്ള വരികളിലൂടെ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് എന്നെയും നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച ഏകനായ സട്ടാവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ഇതാണ് ഐക്യത്തിന്റെ ഇണക്കത്തിന്റെ സർവോപരി മോക്ഷത്തിന്റെ അടിസ്ഥാന ആശയം, ആദർശം. ഇല്ലെങ്കിൽ എന്ത്? സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ വിശ്വാസാചാരനുഷ്ഠാന കർമ്മങ്ങളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നഷ്ടം, നാശം. ഒരിക്കലും മോക്ഷം സാധ്യമല്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈശാവാസ്യ ഉപനിഷത്തിന്റെ 12-ാമത്തെ വചനത്തെ വിശദീകരിക്കുന്നു സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിൽ. അന്തം തമ പ്രവിശന്തിയെ സംഭൂതി മുബാസതെ തതോപൂയ ഇവതേ തമോയോ സംഭൂതി അമൃത. ജനിച്ച, ജീവിച്ച, മരിക്കുന്ന എന്തൊന്നിനെ ആരാധിച്ചാലും അവർക്ക് മോക്ഷം സാധ്യമല്ല എന്നും അവർ ഘോരാന്ധകാരത്തിൽ ആപതിക്കുമെന്നും വളരെ കൃത്യമായി വിശദീകരിക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ വാക്കുകൾ. ഈ വചനത്തെ ഈശാവാസ്യ ഉപനിഷത്തിന്റെ 12-ാമത്തെ വചനത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ, പൂജ അരുത്, അത് നഷ്ടത്തിന് കാരണമാകും, മോക്ഷത്തിന് തടസ്സം സൃഷ്ടിക്കും. ഒരിക്കലും സൃഷ്ടിപൂജയിലേക്ക് കാലെടുത്തു വെക്കരുത് എന്നും വിഗ്രഹാരാധന അരുതിയെന്നും യഹോവ മോസസിന് നൽകുന്ന ശക്തമായ കൽപ്പനകളിൽ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ 7 മുതൽ 9 കൂടിയ വരികളിൽ കാണാം, ഞാനല്ലാതെ മറ്റ് ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും രൂപം നീ ഉണ്ടാക്കരുത്. അവയുടെ മുന്നിൽ തലകുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്. കാരണം ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. സൃഷ്ടിപൂജയരുത്, വിഗ്രഹാരാധന അരുതി എന്ന് പഠിപ്പിക്കുന്ന ആവർത്തന പുസ്തകത്തിന്റെ വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ ഉണർത്തുന്നു, വഅന്നഹു മയുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏകനായ സത്താവിന്റെ അദ്വിതീയതയിലോ അവന്റെ ഏകത്വത്തിലോ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലോ ആരെയെങ്കിലും നാം പങ്കുകാരെ ചേർത്താൽ അവർക്ക് സ്വർഗം സാധ്യമല്ല എന്നും നരകം സുനിശ്ചിതമാണെന്നും ഒരു കാലത്തും മോക്ഷം സാധ്യമല്ല എന്നും പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. 5-ാം അധ്യായം മാഇദ 72-ാമത്തെ വചനം. അതുകൊണ്ട് നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ സട്ടാവിനെ മാത്രം നമുക്ക് ആരാധിക്കാം. ഇതാണ് ഐക്യത്തിന്റെ ഇണക്കത്തിന്റെ സർവോപരി മോക്ഷത്തിന്റെ വഴിയും മാർഗവും ആയി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മഹിതമായ ആശയത്തെ, ആദർശത്തെ ലോകത്തെ പഠിപ്പിക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഒരുപാട് അനവധി പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ നിയോഗത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. 35-ാം അധ്യായത്തെ ഫാത്തിറിന്റെ 24-ാമത്തെ വചനത്തിൽ ഒരു താക്കീതുകാരനും കടന്നു വരാത്ത ഒരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. വലിക്കുല്ലി ഉമ്മത്തി റസൂൽ, ഏതൊരു സമൂഹത്തിലേക്കും റസൂലുകൾ, പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് 10-ാം അധ്യായം യൂനുസിന്റെ 47-ാമത്തെ വചനത്തിലും വലിക്കുല്ലി ഖൗമിൻ ഹാദ്, ഏതൊരു സമൂഹത്തിലേക്ക് മാർഗദർശകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് 13-ാം അധ്യായം റഅദിന്റെ 9-ാമത്തെ വചനത്തിലും ഖുർആൻ പഠിപ്പിക്കുന്നു.
ഇങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാർ അഖിലവും ലോകത്തെ പഠിപ്പിച്ച അടിസ്ഥാന ആശയം, ആദർശം ശുദ്ധ ഏകദൈവാരാധനയും സൃഷ്ടിപൂജ അരുതി എന്നുള്ള പച്ചയായ സത്യങ്ങളായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഈ മഹിതമായ ആശയവും ആദർശവും പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാരോടുള്ള ആദരവിന്റെ പരിധി വിട്ട് അവരെ തന്നെ ആരാധിക്കുന്ന വികലമായ വീക്ഷണ വൈകല്യങ്ങളിലേക്ക് പലപ്പോഴും പലരും പോയി എന്നതാണ് ചരിത്രപരമായ ഒരു സത്യം. അതുകൊണ്ട് ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് തിരിച്ചു വരാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഇത് നമ്മുടെ നന്മക്ക്, മാനവരാശിയുടെ മോക്ഷത്തിന്. ഈ മഹിതമായ ആദർശവുമായി കടന്നു വന്ന ഈ പ്രവാചക ശൃംഖലയിലെ അംഗങ്ങളാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നോഹ പ്രവാചകനാകട്ടെ, ലോത്താകട്ടെ, ഇസ്മായിൽ ആകട്ടെ, ഇസ്ഹാഖാകട്ടെ, അബ്രഹാം ആകട്ടെ, മോസസ് ആകട്ടെ, ജീസസ് ആകട്ടെ, ആ അവസാന ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകന്മാർ അഖിലവും കടന്നു വന്നത് സട്ടാവിൽ നിന്നുള്ള മാർഗദർശനവുമായി കൊണ്ട്. ആ മാർഗദർശനം അനിവാര്യമാണ് മനുഷ്യന് മനുഷ്യനായി ജീവിക്കണമെങ്കിൽ. മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് വളരണമെങ്കിൽ, ഉയരണമെങ്കിൽ ദൈവികമായ മാർഗദർശനം കൂടിയേ തീരൂ. അതല്ലാതെ കേവലം ചില വ്യക്തികളുടെ യുക്തിചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന കേവല ബുദ്ധിയുടെ യുക്തിവീക്ഷണത്തിന്റെ പിന്നാലെ പോയാൽ വിരൽ കടിക്കേണ്ട ഗതികേട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകം കണ്ട ഏതെങ്കിലും സംഘങ്ങളോ കൂട്ടായ്മകളോ ഏതെങ്കിലും ഭൗതിക തത്വചിന്താ പ്രസ്ഥാനങ്ങളോ മുന്നോട്ട് വെച്ച നന്മയോട്, സത്യത്തോട്, ധർമ്മത്തോട്, അവരുടെ വീക്ഷണത്തിലൂടെ സത്യത്തോട് യോജിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ പലപ്പോഴും അതിനോട് യോജിച്ച ആളുകളെല്ലാം പിന്നീട് വിരൽ കടിച്ച ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം. ആലോചിച്ച് നോക്കുക. നന്മ തിന്മകളെ, സത്യാസത്യങ്ങളെ, ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് നിർവചിക്കുവാനുള്ള അധികാരവും അവകാശവും ഒരു വ്യക്തിക്ക് നൽകിയാൽ ആ വ്യക്തി മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക വീക്ഷണത്തോട് യോജിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? ഒരിക്കലും സാധ്യമല്ല. ഈ അടുത്ത കാലത്ത് നമുക്കറിയാലോ, മാനവും മാംസവും വിറ്റ് ജീവിക്കുന്ന മലയാളത്തിന്റെ സാംസ്കാരിക കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയിൽ നിന്ന് പുറത്തു വന്നൊരു പുസ്തകം. ഞങ്ങൾ വീട്ടമ്മമാരെക്കാൾ സ്വതന്ത്രകളാണ് എന്നും സമൂഹത്തിലെ സേഫ്റ്റി വാൾവുകളാണ് തങ്ങളെന്നും ആ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുകൾ. മാനവും മാംസവും വിറ്റ് ജീവിക്കുന്ന അഭിസാരികയുടെ വീക്ഷണത്തിലെ ധാർമ്മികതയോട് യോജിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? ലോകം കണ്ട ഏതെങ്കിലും സംഘങ്ങൾ മുന്നോട്ട് വെച്ച അവരുടെ വീക്ഷണത്തിലെ നന്മയോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാനാവുമോ സഹോദരങ്ങളെ? നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് വിയന്നയിൽ എൽട്ടൺ ജോണിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഒരു വിശാലമായ ഓഡിറ്റോറിയത്തിലേക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചു. ആ ഓഡിറ്റോറിയത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഒരു നൂൽവസ്ത്രം പോലും അണിയാൻ പാടില്ല. അങ്ങനെ കടന്നു വന്ന ആളുകൾ, അവർക്കിടയിലേക്ക് ശരീരം മുഴുവൻ മഞ്ഞ പെയിന്റ് അടിച്ച് കറുത്ത പുള്ളികളിട്ട് കടന്നു വന്ന ഭാര്യയും ഭർത്താവും സ്റ്റേജിലേക്ക് വന്ന് മാദക മസാല നൃത്തമാടി. അവർക്ക് 1ാം സമ്മാനം നൽകി ആ സംഘം ആദരിച്ചു. എന്തിനാണോ ഈ പച്ചത്തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്നത്? എയ്ഡ്സ് വിരുദ്ധത എന്ന മഹനീയ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് എന്ന് പ്രതികരിക്കുന്ന ഇത്തരം ആളുകളുടെ ധാർമ്മിക വീക്ഷണത്തോട് യോജിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? തമിഴ്നാട്ടിൽ പുരുഷ ലൈംഗിക പ്രേമത്തിലും അത്തരത്തിലുള്ള വികൃത പ്രകൃതി വിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെടുന്ന കോത്തികൾ എന്ന് അറിയപ്പെടുന്ന വിഭാഗം, അവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക വീക്ഷണത്തോടും അവരുടെ വീക്ഷണത്തിലെ നന്മയോട് യോജിക്കാനാവുമോ സഹോദരങ്ങളെ? നമുക്ക് പലപ്പോഴും ലോകത്ത് പല കാലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ യുവാക്കളെ ജാഗരം കൊള്ളിച്ച് ഈ ഭൂമി ലോകത്ത് സ്വർഗം പടക്കാമെന്നുള്ള സ്വപ്നസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി കടന്നു വന്ന പല ഭൗതിക തത്വചിന്താ പ്രസ്ഥാനങ്ങൾക്കും താത്വികമായ ഒരു നൂറ്റാണ്ടിനെ പോലും അതിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ചരിത്രപരമായ ഒരു പച്ചയായ സത്യമായിരിക്കെ വ്യക്തിക്കോ ഏതെങ്കിലും സംഘത്തിനോ ഏതെങ്കിലും ഭൗതിക തത്വചിന്താ പ്രസ്ഥാനങ്ങൾക്കോ മനുഷ്യനെ മനുഷ്യനാക്കാൻ എന്താണ് നന്മ തിന്മ, സത്യാസത്യം, ധർമാധർമ്മങ്ങൾ, ശരി തെറ്റുകൾ, നീതി അനീതി എന്ന് പഠിപ്പിക്കാൻ സാധ്യമല്ല. പിഴവ് പറ്റും. പിന്നെ ആർക്ക് കഴിയും? ആരാണ് ഈ രംഗത്ത് കൃത്യമായ, വ്യക്തമായ, പൂർണ്ണമായ, പ്രായോഗികമായ മാർഗവും മാർഗദർശനവും നൽകേണ്ടത്? അതെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാരോ, തേനീച്ചയെ സൃഷ്ടിച്ചവനാരോ, ആ തേനീച്ചക്ക് തേൻ എവിടെയാണെന്ന് കണ്ടെത്തുവാനുള്ള മാർഗവും മാർഗദർശനവും നൽകിയവനാരോ, ഇന്ന സ്ഥലത്ത് തേനുണ്ട് എന്ന വിവരം തന്റെ തേനീച്ചക്കൂട്ടിന്റെ മുന്നിൽ വന്ന് തന്റെ പെൺ തേനീച്ചകളായ കൂട്ടുകാരികൾക്ക് മുന്നിൽ ബാഗിൽ ഡാൻസ് കളിച്ച് ഇന്ന ദിശയിലാണ് തേനുള്ളത് എന്ന വിവരം പഠിപ്പിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ തേനീച്ചകൾക്ക് മാർഗവും മാർഗദർശനവും നൽകിയവനാരോ? ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിലേക്കും, അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് ടേണുകൾക്ക് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ? സർഗാസോ കടലിന്റെ ആടിയിൽ നിന്നും യൂറോപ്പിലെ ശുദ്ധ നദീ തടാകത്തിലേക്ക് 36,000 കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന സാൽമൺ മത്സ്യങ്ങൾക്ക് വഴിയും മാർഗവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ? അവൻ തന്നെയാണ് നമുക്കും ഈ രംഗത്ത് കൃത്യമായ വഴിയും മാർഗവും കാണിച്ചു തരേണ്ടവൻ. എന്തു ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് തിന്നണം, എന്ത് തിന്നരുത്, എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത് എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി
മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിഖില മേഖലകളിൽ കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം നൽകാൻ സട്ടാവിന്റെ മാർഗദർശനത്തിന് മാത്രമേ കഴിയൂ, അതല്ലാത്ത ഒന്നിന് സാധ്യമല്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഖുൽ ഹുദല്ലാഹി വൽ ഹുദാ, ദൈവികമായ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ മാർഗദർശനത്തെ അനുധാവനം ചെയ്തതിന്റെ പേരിൽ വിരൽ കടിക്കേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അതുകൊണ്ട് ദൈവികമായ മാർഗത്തിലേക്ക്, ദൈവികമായ മാർഗദർശനത്തിലേക്ക് ജനങ്ങളെ നയിക്കാനും ക്ഷണിക്കുവാനുമാണ് സകല പ്രവാചകന്മാരും കടന്നു വന്നത്. ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിഞ്ഞത്, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അറബികളുടെ പ്രത്യേക ഗോത്ര നേതാവ്, അല്ലെങ്കിൽ കേവലം ഒരു അറേബ്യൻ പരിഷ്കർത്താവ് എന്നൊരർത്ഥ തലത്തിൽ. എന്നാൽ ആ മഹാപ്രവാചകനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറ വനദീറ വലാകിൻ അക്തറന്നാസി ലാ യഅലമൂൻ. ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് നൽകാൻ സട്ടാവിനാൽ നിയോഗിതനായ പ്രവാചകൻ എന്ന് ഖുർആൻ വളരെ കൃത്യമായി 34-ാമത്തെ സൂറത്ത് സബയിന്റെ 28-ാമത്തെ വചനത്തിൽ ലോകത്തിന്റെ പ്രവാചകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്ന് ഖുർആൻ 21-ാമത്തെ സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഖുർആൻ വഇന്നക ലഅലാ ഖുൽഖിൻ അളീം, അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കളെന്ന് 68-ാം അധ്യായത്തിന് 4-ാമത്തെ വചനത്തിൽ ഉണർത്തുന്നു. ആ പ്രവാചക ജീവിത മാതൃകയിലേക്ക് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നു. അതെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ നിങ്ങൾക്ക് അനുപമമായ മാതൃകയുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അയൽവാസി എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, പിതാമഹൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, കൂട്ടുകാരൻ എന്ന നിലയിൽ, ന്യായാധിപൻ എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ, ഒരു കരാർ പാലകൻ എന്ന നിലയിൽ ജീവിതത്തിന്റെ നിഖില മേഖലയിലും അനുപമമായ മാതൃക ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്ന് ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിലൂടെ ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ പ്രവാചകൻ. പക്ഷെ പലപ്പോഴും ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ ഇകഴ്ത്തുവാനും ആ പ്രവാചകരെ സമൂഹ മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കുവാനുമുള്ള ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും വർഗീയതക്ക് പ്രചോദനം നൽകിയ, തീവ്രവാദത്തിന് ആവേശം നൽകിയ വ്യക്തിത്വമായി പലരും വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണാനുള്ള സന്മനസ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പച്ചക്കരുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രൂരതയുടെ പ്രതീകമാണോ? അതല്ല, കാരുണ്യത്തിന്റെ പ്രവാചകനാണോ? വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി കോപിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി വാളെടുക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവന്റെ മരണം ജാഹിലിയ മരണമാണ്, മുസ്ലിമായി കൊണ്ടല്ല അവൻ മരിച്ചു പോകുന്നത് എന്ന് പഠിപ്പിച്ച് വർഗീയതക്കെതിരെ ചരിത്രത്തിൽ പ്രവാചകനോളം ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ചരിത്ര പുരുഷൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പ്രവാചകൻ വർഗീയതയ്ക്ക് പ്രചോദനം നൽകിയവനാണോ? അതല്ല, സമാധാനത്തിന്റെ പ്രവാചകനാണോ? ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റിയ ഒരൊറ്റ കാരണത്താൽ തന്റെ പിതൃവന്റെ നെഞ്ചകം പിളർന്ന് കരൾ കടിച്ചെടുത്ത് ചവച്ചരച്ച് കാർക്കിച്ചു തുപ്പിയ നിഷേധികൾക്ക് മാപ്പ് നൽകിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരദാഹിയാണോ? അതല്ല, നന്മയുടെ, സമാധാനത്തിന്റെ, വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമാണോ? ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റി എന്നൊരൊറ്റ കാരണത്താൽ തന്നെയും തന്റെ അനുയായികളെയും പലതവണ വധിക്കാൻ ശ്രമിക്കുകയും തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അനുയായികളെ നിഷ്കരണം അറുകൊല ചെയ്യുകയും ചെയ്ത ആ കാലഘട്ടത്തിലെ ഇരുട്ടിന്റെ ശക്തികൾ മക്ക വിജയവേളയിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെട്ട സാഹചര്യത്തിൽ തങ്ങൾക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അധികാരവും ആ രംഗത്തുള്ള സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം ഉണ്ടായിട്ട് പോലും അവരോട് മാന്യമായ നിലപാട് സ്വീകരിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തദാഹിയാണോ? അതല്ല, സമാധാനത്തിന്റെ വിട്ടുവീഴ്ചയുടെ പ്രതീകമാണോ? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ടത് ഏതെങ്കിലും ചില പുസ്തകങ്ങളിൽ നിന്നോ, ഏതെങ്കിലും ഇസ്ലാം വിമർശക വെബ്സൈറ്റുകളിൽ നിന്നോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നോ, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നടപടിക്രമങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത വിശദീകരണമായ ആ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ് പ്രവാചകനെ അറിയേണ്ടത്. ആ പ്രവാചക
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇത് അറബികളെ മാത്രം നന്നാക്കാനോ അല്ലെങ്കിൽ കേവലം ഒരു മുസ്ലിങ്ങൾക്ക് മാത്രം മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥമല്ല, മറിച്ച് മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. 2-ാം അധ്യായം ബഖറ 185-ാമത്തെ വചനം. അതെ, ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ ഗ്രന്ഥം, ദൈവികമായ വേദഗ്രന്ഥം ഇതാ, ജനങ്ങൾക്ക് നേരായ ചൊവ്വായ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം ഇതാ. അതെ, വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം ഇതാ എന്ന് ഖുർആൻ 17-ാം അധ്യായം ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. ലോകത്ത് സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം. അതെ, വഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് 26-ാം അധ്യായം സൂറത്തുൽ ശുഅറയുടെ 92-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ ഉണർത്തുന്നു. ലോകാവസാനം വരേക്കുമുള്ള സകല മനുഷ്യർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് ഇത് നിലനിൽക്കുമെന്നും ഇതിനെ നിലനിർത്തുമെന്നുമുള്ള വിശുദ്ധ ഖുർആനിലൂടെ സട്ടാവിന്റെ പ്രഖ്യാപനം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാം അവതരിപ്പിച്ച ഈ ദൈവിക ഗ്രന്ഥത്തെ, മാനവ മാർഗദർശക ഗ്രന്ഥത്തെ ലോകാവസാനം വരെ നാം തന്നെ സംരക്ഷിക്കുമെന്ന 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിന്റെ 9-ാമത്തെ വചനം. വൈരുദ്ധ്യങ്ങളില്ലാതെ, ന്യൂനതകളില്ലാതെ, പോരായ്മകളില്ലാതെ കൃത്യമായ നന്മതിന്മകളെ കുറിച്ച്, ധർമാധർമ്മങ്ങളെ കുറിച്ച്, സത്യാസത്യങ്ങളെ കുറിച്ച് മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നു ഖുർആൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. 4-ാം അധ്യായം നിസാഇന്റെ 82-ാമത്തെ വചനം. അവർ പഠിക്കുന്നില്ലേ ഖുർആനിനെ കുറിച്ച്, ചിന്തിക്കുന്നില്ലേ അവർ ഖുർആനിനെ കുറിച്ച്? ദൈവികമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ എടുത്ത് പഠനം നടത്തിയാലും ഒരു വൈരുദ്ധ്യവും ന്യൂനതയും പോരായ്മയും പുഴുക്കുത്തും ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരക്കുമുള്ള കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിന്റെ വിമർശകർക്കോ ശത്രുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. ഇത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രം മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥമല്ല, ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥം. നമ്മളെല്ലാം മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരാ. മാനവരാശിക്ക് മുന്നിലാണ് വിശുദ്ധ ഖുർആൻ ലോകങ്ങളുടെ നാഥൻ അവതരിപ്പിക്കുന്നത്. ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനങ്ങളെ ക്ഷണിക്കുന്നത് ഫാസിസത്തിലേക്കോ ടെററിസത്തിലേക്കോ അല്ല, മറിച്ച് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനത്തിലേക്കും മോക്ഷത്തിലേക്കുമാണ്. ഖുർആൻ 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത്. സിൽമി എന്ന അറബി പദധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. സിൽമി എന്ന അറബി പദധാതുവിന്റെ അർത്ഥം ശാന്തി, സമാധാനമെന്ന്. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനായ സട്ടാവിന്, അഥവാ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവരെയും മതമില്ലാത്തവനെയും പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവനാരോ അവനാണ് മുസ്ലിം. ആ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. പേരിൽ തന്നെ അടിസ്ഥാനപരമായി ശാന്തി, സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മതം എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ ആശയമാവുക, ആദർശമാകുക? പരസ്പരം കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. ഇവിടെ സ്വാഗത ഭാഷകൻ തുടങ്ങി, അതേപോലെ തന്നെ ഈ ഉള്ളവനും തുടങ്ങി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധ്യക്ഷനും തുടങ്ങി. ഏകനായ സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. പരസ്പരം ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഭീകരവാദികളാകാനാവുക? എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ വിഷവുത്തുകൾ നെഞ്ചിലേറ്റാനാവുക? എന്തിനേറെ നിരമഞ്ചു നേരം നിർബന്ധമായി നമസ്കരിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ. ഓരോ നിർബന്ധ നമസ്കാരത്തിൽ നിന്നും ഒരു മുസ്ലിമിന് വിരമിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പ്രാർത്ഥിക്കാതെ ഒരു നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കാനാവില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഏകനായ സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. എന്നിട്ടും നിർത്തുന്നുണ്ടോ മുസ്ലിങ്ങൾ? ലോകത്തെ ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ പരകോടി മുസ്ലിങ്ങൾ തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. സട്ടാവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. തുറന്ന മനസ്സുമായി ശാന്തിക്കും സമാധാനത്തിനും രക്ഷക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിരന്തരം പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഭീകരവാദികളാകാനാകും? എന്നാൽ മുസ്ലിം നാമധാരികളായ ചില വ്യക്തികൾ ചെയ്യുന്ന തോന്നിവാസങ്ങളെ, ക്രൂരതകളെ, അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ് ഈ ഉള്ളവനെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ ഗതികേട് ഈ ഉള്ളവനോ ഇതിന്റെ സംഘാടകർക്കോ ലോകത്തൊരു മുസ്ലിമിനുമില്ല. ഇസ്ലാം വെറുക്കുന്നു ഇത്തരം വികൃത നടപടിക്രമങ്ങളെ.
തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്. ഫാസിസത്തെയും ടെററിസത്തെയും ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ശക്തമായ ആ രംഗത്ത് ബോധവൽക്കരണം നടത്തുന്നു, വെറുക്കുന്നു ഇസ്ലാം. പക്ഷെ പലപ്പോഴും ഇസ്ലാം വെറുക്കുന്ന ഈ അതിക്രമത്തെ, തോന്നിവാസത്തെ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഹമ്മദ് നബിയുടെയും ഖുർആാനിന്റെയും തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഇന്നത്തെ മാധ്യമ രംഗത്തെ തലതൊട്ടപ്പുറമാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സത്യം. ആ രംഗത്തെ പലപ്പോഴും ഇരുട്ടിന്റെ ശക്തികളുടെ ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്നു പലരും എന്നത് ദുഃഖത്തോട് ഓർത്തു പോവുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്ത് എവിടെ എന്തൊരു പ്രശ്നമുണ്ടായാലും, എവിടെ ബോംബ് പൊട്ടിയാലും, എവിടെ പ്രശ്നമുണ്ടായിരുന്നാലും ഉടൻ അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഹമ്മദ് നബിയുടെയും ഖുർആന്റെയും തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് ഇന്നൊരു ഹരമായ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിക്രമങ്ങൾക്കും രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്കും തുടക്കം കുറിച്ചത്, പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ലോകത്ത് ഒന്നാം മഹായുദ്ധം ലക്ഷക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ടില്ലേ? അതിന് തുടക്കം കുറിച്ചതും പ്രചോദനം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതുപോലെ അറുകൊല ചെയ്യപ്പെട്ടില്ലേ? അതിന് തിരികൊളുത്തിയതും പ്രചോദനം നൽകിയതും ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? വിയറ്റ്നാം യുദ്ധത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അവരുടെ നെഞ്ചത്ത് സംഹാരതാണ്ഡവമാടാൻ പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? അസമിലെ ഉൾഫാ തീവ്രവാദികളുടെ കയ്യിൽ AK-47 വെച്ചുകൊടുത്ത് വക്കടാവടി എന്ന് പറഞ്ഞത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? അല്ലല്ലോ. അതോടൊപ്പം തന്നെ LT പ്രഭാകരന്റെ നേതൃത്വത്തിൽ സൂയിസൈഡ് ബോംബുകളാകാൻ പൊട്ടിത്തെറിക്കുവാനുള്ള ആവേശവും പ്രചോദനവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ആവേശവും പ്രചോദനവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? അല്ല. ഇസ്ലാം ഒരർത്ഥത്തിലുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും പ്രചോദനം നൽകണില്ല. മുസ്ലിം നാമധാരികളായ ചില വ്യക്തികൾ ചെയ്ത അതിക്രമങ്ങളെ, തോന്നിവാസങ്ങളെ ശാന്തിയുടെ സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് നീതിയല്ല, അത് സത്യത്തോടുള്ള കടന്നുകയറ്റമാണ്. നിരന്തരമായി നന്മയുടെ സമാധാനത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ കൊതിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഇസ്ലാമിനെ അറിയേണ്ടത് കേവലം മഞ്ഞപത്രങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ കേവല ചില മാധ്യമങ്ങൾ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുവാൻ മാത്രം കണ്ടതും കേട്ടതും അപ്പടി എന്ത് ആര് പറഞ്ഞാലും അതൊന്ന് അന്വേഷിക്കാനോ, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നോ, എന്താണ് അതിന്റെ പച്ചയായ സത്യങ്ങളെന്നോ അറിയാനോ മനസ്സിലാക്കാനോ ഒന്ന് കണ്ണു തുറക്കാൻ, ഒന്ന് മനസ്സു തുറക്കു പോലും തയ്യാറാകാതെ അന്ധമായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി പോകരുത്. അറിയാൻ, പഠിക്കാൻ കണ്ണും കാതും മനസ്സും തുറക്കാനുള്ള സന്മനസ്സുണ്ടാവണം. ഇവിടെ ഇസ്ലാം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് അടിസ്ഥാനപരമായ മോക്ഷത്തിന്റെ ആശയമാണ്, ആദർശമാണ്. എന്തിന് ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണം? എന്തിനിവിടെ ദൈവത്തെ കുറിച്ച് പറയണം? എന്തിന് ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് ഇത്ര ശക്തമായി ഉറച്ചു പറയണം? എന്തിന് ദൈവത്തിന്റെ മാർഗദർശനം മാത്രമേ അനുധാവനം ചെയ്യാവൂ എന്ന് ഇത്ര ഗൗരവത്തോടെ എന്തിന് വ്യക്തമാക്കണം? സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് നാം. പറയുന്ന, സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവർ. ഒരുറപ്പില്ല എപ്പോഴാണ് മരിക്കുക എന്നുള്ള കാര്യം. നമ്മൾ അണിഞ്ഞ ഈ ഷർട്ട് നമ്മൾ തന്നെ ഊരുമെന്ന് പോലും ഉറപ്പില്ലാത്തവരാണ് നമ്മൾ. ഏത് സമയവും മരണം നമ്മെ വിളിക്കാം. ഇല്ല, 10 മിനിറ്റ് കഴിഞ്ഞ്, ഈ പ്രോഗ്രാം കഴിഞ്ഞ്, അല്ലെങ്കിൽ നാളെ എന്നൊന്നും പറയാനാവില്ല. ഈ പച്ചയായ സത്യത്തിന് നമ്മൾ വിധേയരാകും. നാളെയുടെ ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകമുണ്ട്. ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന നന്മതന്മകൾക്ക് പൂർണ്ണമായ ശിക്ഷയും രക്ഷയും ലഭിക്കുന്ന ഒരു സംവിധാനമില്ല. 100 ആളെ കൊന്ന മനുഷ്യനെ 100 തവണ തൂക്കിക്കൊല്ലാൻ ഏത് ന്യായ സംവിധാനങ്ങൾക്കാണ് കഴിയുക? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ അറകൊല ചെയ്ത ലോകത്തെ ഭീകരന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? അവർ ചെയ്ത കൊടും ക്രൂരതകൾക്ക് എന്ത് ശിക്ഷയാണ് ലോകത്തിന് നൽകാൻ കഴിഞ്ഞത്? നീതിപീഠങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? സമൂഹത്തിന് നന്മക്ക് വേണ്ടി നിരന്തരം അഹോരാത്രം പരിശ്രമിച്ച് ലോകം കണ്ട ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ചെയ്ത നന്മകൾക്കും അവർ ചെയ്ത പുണ്യകർമ്മങ്ങൾക്കും തത്തുല്യമായ പ്രതിഫലം നൽകാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ചെരുപ്പിന്റെ മാലകളും ഉൾക്കിരീടങ്ങളും കല്ലേറുകളുമായിരുന്നില്ലേ സമൂഹം അവർക്ക് നൽകിയത്? അതുകൊണ്ട് ഈ ലോകത്തെ മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു സംവിധാനമില്ല. അടിസ്ഥാനപരമായി പൂർണ്ണമായി ലഭിക്കുക സാധ്യമല്ല. അതിനൊരു ലോകം അനിവാര്യമാണ്. പച്ചയായ ഒരു ലോകം, അത് പച്ചയായ സത്യമാണ്. അതെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഖുർആൻ പറഞ്ഞു 3-ാം അധ്യായം ആല ഇംറാൻ 185-ാമത്തെ വചനം. സകലരും മരിക്കും.
നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മനുഷ്യകർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. അന്ന് സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നവൻ, നരകത്തിൽ നിന്ന് ആരാണോ അകറ്റി നിർത്തപ്പെടുന്നവൻ, അവനാണ് ആത്യന്തികമായി വിജയം നേടിയവൻ. ഈ ഭൗതിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണെന്ന് തിരിച്ചറിയണമെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. മനുഷ്യകർമ്മങ്ങൾക്ക് രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന സ്വർഗ നരക ചിന്തകളുമായി ബന്ധപ്പെട്ട സൂചനകളാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 കൂടിയ വരികളിൽ ശക്തമായി സ്വർഗത്തിക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ കരുതി വെക്കുവാനുള്ള ആഹ്വാനങ്ങൾ. അതേസമയം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 43 മുതൽ 50 കൂടിയ വരികളിൽ നരകശിക്ഷയ്ക്ക് കാരണമായി തീരാവുന്ന സകല കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ശക്തമായ താക്കീതുകൾ നമ്മൾ വായിക്കുന്നു. അതോടൊപ്പം സ്വർഗത്തെക്കുറിച്ച് കഠോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ഉപനിഷത്തുകളിലൂടെ വായിക്കുന്നു. നരകത്തെക്കുറിച്ചുള്ള താക്കീതുകളും ആരംഭത്തുള്ള സൂചനകളും ഈശാവാസ്യ ഉപനിഷത്തിന്റെ 3-ാമത്തെ വചനത്തിലൂടെയും നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ മരണം എന്നതൊരു പച്ചയായ സത്യമാണ്. നാളെയുടെ ലോകം എന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് സത്യമോ, നിങ്ങൾ അവനെ ശ്രമിക്കുന്നു എന്ന് എന്തുമാത്രം സത്യമോ, ഈ എന്തുമാത്രം സത്യമോ, അതിനേക്കാൾ പച്ചയായ സത്യമാണ് നാളെയുടെ ലോകം എന്നത്. ആ ലോകത്ത് മോക്ഷം ലഭിക്കണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ സട്ടാവിനെ അറിയണം, അവനെ മാത്രം ആരാധിക്കണം, അവന്റെ ദൈവികമായ മാർഗദർശനങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ആ മാർഗവും മാർഗദർശനവുമായി കടന്നു വന്ന പ്രവാചകന്മാരെ അറിയണം, അവരുടെ ലോകം കണ്ട വേദഗ്രന്ഥങ്ങളെ പഠിക്കണം, ആ വേദഗ്രന്ഥങ്ങളിലെ അടിസ്ഥാന ആശയാദർശങ്ങളെ നെഞ്ചിലേറ്റണം. വൈരുദ്ധ്യങ്ങൾക്ക് വിധേയമായ ചിന്തകളിൽ നിന്ന് മാറി നിന്ന് വൈരുദ്ധ്യ വിമുക്തമായ ദൈവികമായ മാർഗദർശനത്തെ കണ്ടെത്താനുള്ള നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിൽ സജീവമാവുകയും അത് തിരിച്ചറിഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് മാനവരാശിക്ക് മുന്നിൽ അടിസ്ഥാന വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന സന്ദേശം. അതുകൊണ്ട് തുറന്ന മനസ്സുമായി വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന വിഷയത്തെ അറിയുകയും ഉൾക്കൊള്ളുകയും നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി ജന്മം കൊള്ളുന്ന സംശയങ്ങൾ, വിമർശനങ്ങൾ, സൃഷ്ടിപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള ചോദ്യോത്തര സെഷനെ, സംവാദ ചർച്ചയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമേ എന്ന് നിർത്തിക്കൊണ്ട് മർമ്മപ്രസക്തമായ ഈ വിഷയത്തെ, വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തെ, മോക്ഷത്തിന്റെ സന്ദേശത്തെ, സമാധാനത്തിന്റെ സന്ദേശത്തെ നിങ്ങളുടെ തുറന്ന മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. പഠിക്കണമേ, ചിന്തിക്കണമേ. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.